മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ അത്രേ. പുതിയ സ്നേഹത്തോടെയാണ് ദൈവമായ കർത്താവ് നമ്മെ ഈ ദിനത്തിലേക്ക് ക്ഷണിക്കുന്നത്, വിളിക്കുന്നത്. നിദ്രയിലായിരുന്ന നമ്മെ, ഈ പ്രപഞ്ചത്തിൽ സർവ്വജീവജാലങ്ങളെയും ഈ പ്രഭാതത്തിൽ സൂര്യരശ്മികൾ കൊണ്ട് വിളിച്ചുണർത്തി സ്നേഹത്തിന് മനോഹരമായ ഊഷ്മളമായൊരു അനുഭവം നൽകി ഈ ദിനത്തിലേക്ക് കടന്നു വരുവാൻ സൃഷ്ടാവായ ദൈവം നമ്മെ മാടി വിളിക്കുന്ന നിമിഷങ്ങളാണ് ഈ പ്രഭാതത്തിൻ്റെ നിമിഷങ്ങൾ. നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ചിന്തകളും മനസ്സുമെല്ലാം പ്രാർത്ഥനയിലേക്ക് ഉയർത്തേണ്ട മനോഹര നിമിഷങ്ങളാണ് ഓരോ പ്രഭാതത്തിൻ്റെ നിമിഷങ്ങൾ. പ്രിയമുള്ളവർ, ഈ വലിയ ബോധ്യത്തോടെ നമ്മുടെ ഈ ദിനത്തെയും നമ്മുടെ ഈ ദിനത്തെ ജീവിതത്തെയും നമ്മുടെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെയും എല്ലാം ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഉയർത്താം. കർത്താവിൻ്റെ കരുണയില്ലാതെ, ദൈവം കരം പിടിക്കാതെ ഈ ഭൂമിയിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന ആ ദൈവാശ്രയത്തിൻ്റെ മനോഹരമായ ആ ദൈവിക ബോധ്യത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ ദിനം ദൈവത്തോടൊപ്പം ഒരു യാത്രയാക്കി മാറ്റാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായി അനുഗ്രഹമായ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഈ വലിയ ബോധ്യത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമ്മെ ഓരോരുത്തരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകാനിരിക്കുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും പ്രാർത്ഥനയോടെ ഒരുക്കപ്പെടുമ്പോഴാണ്, ഒരുക്കപ്പെട്ട ഹൃദയ നിലങ്ങളിലേക്ക് ദൈവവചനമാകുന്ന വിത്തുകൾ വന്നു വീഴുമ്പോഴാണ് അത് മുളച്ചു പൊങ്ങി വളർന്ന് ഫലം ചൂടുന്ന മനോഹരമായ അനുഭവം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ആ വലിയ കൃപയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നവ്യ അനുഭവമായി, ഒരു പുത്തൻ ഉണർവായി കടന്നു വന്ന് നിറയണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുവാൻ, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾ ഞങ്ങളുടെ ഈ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും വലിയ ദൈവിക ബോധ്യങ്ങളായി തീരുവാൻ തക്കവിധം പരിശുദ്ധാത്മാവെ അവിടുന്ന് കൃപ കൊണ്ടും അഭിഷേകം കൊണ്ടും ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്കെല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും കർത്താവിൻ്റെ പുരോഹിതനാകുവാൻ, അഭിഷിക്തരാകുവാൻ നീണ്ട പരിശീലനത്തിലായിരിക്കുന്നവരാണ് വൈദിക വിദ്യാർത്ഥികൾ.
വളരെ ദീർഘമായ ക്ഷമയും അതുപോലെ കഠിനമായ പരിശ്രമവും അതുപോലെ വലിയ അച്ചടക്കവും പ്രാർത്ഥന ചൈതന്യമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ഒരുക്കത്തിൻ്റെ നാളുകളാണ് വൈദിക പരിശീലനത്തിലായിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികളുടെ ജീവിതമെന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഈ പരിശീലന കാലഘട്ടം വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുവാൻ കർത്താവിൻ്റെ മനസ്സിനിണങ്ങിയ ഇടയന്മാരായി ലോകത്തിലേക്ക് അയക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് പോകാൻ തക്കവിധം കൃപയാലും പരിശുദ്ധാത്മാവിനാലും ദൈവമേ അവരെ നിറയ്ക്കണമേ എന്ന് പ്രത്യേകം ഈ ദിനം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സഭാപ്രസംഗകൻ്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് ഈ ദിനം കർത്താവ് നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി നൽകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക, പല നാളുകൾക്ക് ശേഷം അത് നീ കണ്ടെത്തും. 7 8 കാര്യങ്ങളിൽ ധനം മുടക്കുക, ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുകയെന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു. തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണെടുത്ത് തന്നെ കിടക്കും. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവ്വത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല. രാവിലെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം എന്താണ് സഫലമാകുക, ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. വെളിച്ചം സുഖപ്രദമാണ്, സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ്. ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ. എന്നാൽ അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ നിരവധി ആയിരിക്കുമെന്നും ഓർക്കുകയും ചെയ്യട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, സഭാ പ്രസംഗകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായി നമുക്ക് ദൈവം വലിയ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, വിവേകത്തിൻ്റെ വചനങ്ങൾ വിളമ്പിത്തരികയാണ്. ഈ വചനങ്ങൾ ആഴത്തിൽ പ്രാർത്ഥനയോടെ നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എത്രയോ മഹനീയമായ ജ്ഞാനമാണ്, അറിവുകളാണ്, ബോധ്യമാണ് ദൈവം ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് വച്ചു നീട്ടി നൽകുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക, അനേകം നാളുകൾക്ക് ശേഷം അത് നിനക്ക് തിരികെ സ്വന്തമാക്കാൻ സാധിക്കും. കർത്താവ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പ്രിയമുള്ളവരെ, ദാനധർമ്മത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ദാനധർമ്മം ചെയ്യുന്നത് വെള്ളത്തിലേക്ക് എറിയുന്നത് പോലെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത്, നമ്മുടെ സ്വന്തമായത് വെള്ളത്തിലേക്കെന്ന പോലെ അവരൻ്റെ ആവശ്യത്തിലേക്ക്, അവരൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ അതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു, അതുപോലെ നീ ദാനധർമ്മം ചെയ്താൽ, വെള്ളത്തിലേക്ക് എറിയുന്നത് പോലെ നീ അത് ചെയ്താൽ, അത് നിൻ്റെ ജീവിത വഴികളിൽ പല സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ നിന്നിലേക്ക് തന്നെ 10 മടങ്ങായി, ഇരട്ടിയായി തിരികെ വരുവാനായിട്ട് ഇടവരും. പ്രിയമുള്ളവരെ, എത്രയോ മഹനീയമായ ജ്ഞാനമാണ് കർത്താവ് നൽകുക. ദൈവം നമുക്ക് നൽകുമ്പോൾ അത് നമ്മൾ ദാനധർമ്മത്തിനായി മാറ്റിവെച്ച് ഇല്ലാത്തവനുമായി പങ്കുവെച്ചാൽ നമ്മൾ നാളെ ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ, തകർച്ചയുടെ ഒക്കെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പലരിലൂടെ ദൈവം തന്നെ പരിപാലനത്തിലൂടെ അതെല്ലാം തിരികെ തരുവാൻ, നമ്മെ ദൈവം ചേർത്ത് പിടിക്കുവാൻ, നമ്മെ ദൈവം നമുക്ക് ഉയർന്നു നിൽക്കുവാൻ തക്കവിധം ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറുമെന്ന് വചനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ദൈവമായ കർത്താവ് വചനത്തിൽ നമുക്ക് നൽകുന്ന വലിയൊരു ബോധ്യം, കാറ്റിനെ നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ചെയ്യുന്നില്ല. പലപ്പോഴും ജീവിതത്തിൽ നമ്മളൊക്കെ പല കാര്യങ്ങൾക്ക് നിസ്സാര തടസ്സങ്ങളെ കാണുന്നവരാണ്. ഇന്ന് വലിയ മേഘമുണ്ട്, മഴക്കാരുണ്ട്, അതുകൊണ്ട് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്ന് ജോലി വേണ്ട, അല്ലെങ്കിൽ ഇന്ന് പള്ളിയിൽ പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വേണ്ട, നാളെ ആകാം.
ഇങ്ങനെ ഓരോ ദിവസവും ഇന്ന് നേരം വെളുക്കുമ്പോൾ തോന്നുകയാണ് ഇന്ന് ഭയങ്കര വെയിലാണ്, ഇന്ന് ജോലിക്ക് ഇറങ്ങിയാൽ ഈ മുട്ടൻ വെയിലിൽ ജോലി ചെയ്ത് നമ്മളാകെ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, അതുകൊണ്ട് ഇന്നും വേണ്ട ജോലി. ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ജീവിതത്തിൽ ഒരു നിയോഗത്തിലേക്ക്, ജീവിതത്തിൽ ക്രിയാത്മകമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ദൈവമക്കൾ ലോകത്തുണ്ട്. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള മനോഭാവങ്ങളുണ്ടോ? അങ്ങനെയൊരു നിലപാടിലാണോ ഞാൻ ജീവിക്കുന്നത്? കാറ്റിനെ ഓരോരോ കുഞ്ഞു കാരണങ്ങളെ കണ്ടെത്തി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു മാറി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ ഈ മനോഭാവങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും. രാവിലെ അല്പം ചാറ്റമഴ പെയ്തു തുടങ്ങി, രാവിലെ പള്ളി പോകുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ആ മഴ കണ്ടപ്പോൾ ഒരു മടി, ഇനി മഴ മുറുകുമായിരിക്കും, അതുകൊണ്ട് ഇന്ന് പള്ളിയിൽ പോകണ്ട. അങ്ങനെ കുഞ്ഞു കാരണങ്ങളെ പ്രതി ദൈവം നമുക്ക് ചെയ്യാൻ, അനുഗ്രഹം പ്രാപിക്കാൻ നൽകുന്ന അവസരങ്ങളിൽ നിന്ന് പതിയെ പതിയെ അകന്ന് നമ്മൾ കൃപയിൽ നിന്ന് അകറ്റപ്പെട്ടവരായി മാറുന്ന ഒരുപാട് ജീവിത അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ആഴമായൊരു ദൈവിക ബോധ്യം ഉണ്ടാകണം. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന വിശ്വാസവും അതിനോട് ചേർന്ന് നിൽക്കുന്ന പരിശ്രമങ്ങളുമാണ് ദൈവസന്നിധിയിൽ അനുഗ്രഹമാകുക. ലോകത്തിൽ വിജയിച്ച മനുഷ്യരെന്ന് പറയുന്ന ഏത് മനുഷ്യരെയും നമ്മൾ പഠിച്ചു നോക്കുക, അവിടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ മനസ്സ് കാണിച്ച, ആ മനോബലം പ്രദർശിപ്പിച്ച മനുഷ്യരാണ് ജീവിതത്തിൽ വലിയവരായിട്ടുള്ളത്. അവർക്കൊക്കെ ജീവിതത്തിൽ ഉയരങ്ങളിലെത്തി അവരൊക്കെ ലോകത്തോട്, ലോക സമൂഹത്തോടൊക്കെ ഇത്രയും മനോഹരമായിട്ടാണ് ഇല്ലായ്മകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് അവരെങ്ങനെ കടന്നു വന്നു, അവരെങ്ങനെ ഉയർന്നു, ജീവിതത്തിൽ എങ്ങനെ വിജയാളികളായി എന്നൊക്കെ അവർ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വചനങ്ങളോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നതാണ് അവരുടെ സാക്ഷ്യപ്പെടുത്തലുകളും പങ്കുവെക്കലുകളുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മളും വ്യക്തമായ ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട് സ്വന്തമാക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകമായി വളരുന്ന നമ്മുടെ തലമുറയൊക്കെ ദീർഘക്ഷമയില്ലാത്തവരും ജീവിതത്തിൽ കഠിനമായൊരു പരിശ്രമത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ മനസ്സില്ലാത്തവരും എല്ലാം എളുപ്പത്തിൽ നടക്കണമെന്ന കാഴ്ചപ്പാടുള്ളവരൊക്കെയായി മാറുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ വചനം നൽകുന്ന ജ്ഞാനത്തെ, അറിവിനെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ, തള്ളിക്കളയുവാൻ നമുക്കിടയാകരുത്. അങ്ങനെ സംഭവിച്ചാൽ, പ്രിയമുള്ളവരെ, അത് ഉണ്ടാക്കുന്ന നഷ്ടം, അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഒരുപക്ഷെ പരിഹരിക്കാനാകാത്ത നഷ്ടമായിരിക്കുമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയൊരു വചനബോധ്യമുണ്ട്. അഗ്നിയെ അതിജീവിക്കുന്ന തനി തങ്കത്തെക്കാളും സ്വർണത്തെക്കാളും അമൂല്യമാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളും അതുപോലെ ജീവിതത്തിൽ പല തടസ്സങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും, ഒക്കെ കടന്നു വരുമ്പോഴും അതിനെ അതിജീവിക്കുവാൻ തക്കവിധം നമ്മൾ മനോബലമുള്ളവരായി, ആത്മശക്തിയുള്ളവരായി മാറുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തന്നെ മാറ്റുരച്ച് തെളിയിക്കാനും ദൈവത്തെ അത് ബോധ്യപ്പെടുത്തുവാനും അബ്രാഹത്തെ പോലെ, അനേകം പിതാക്കന്മാരെ പോലെ നമുക്ക് സാധിക്കുക. തിരുവചന താളുകളിൽ മനോഹരമായ ഉദാഹരണങ്ങൾ ഒരുപാട് അനുഗ്രഹീതരായ വ്യക്തികളിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞ്, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ വ്യക്തമായ നിലപാടുകളോടെ, വ്യക്തമായ നിഷ്ഠകളോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ ഈ ബോധ്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അതിൽ പരിശീലിപ്പിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ അവർ ദൈവത്തിൽ എന്നും അനുഗ്രഹീതരായി നമ്മുടെ കാലശേഷം ജീവിക്കുമെന്ന ഉറപ്പിൽ മാതാപിതാക്കൾക്ക് ഈ ലോകം വിട്ടു പോകുവാനായിട്ട് സാധിക്കും. ഇന്ന് പല മാതാപിതാക്കൾക്ക് ലോകം വിട്ടു പോകുമ്പോൾ മക്കളെക്കുറിച്ചുള്ള ആദിയാണ്, ഉത്കണ്ഠയാണ്. എൻ്റെ ഈ മകൻ, അവൻ്റെ ഈ സ്വഭാവം വെച്ച്, അവൻ്റെ പെരുമാറ്റം വെച്ച്, അവൻ്റെ രീതികൾ വെച്ച് ഇവനെങ്ങനെ ദൈവമേ മുന്നോട്ട് തുടർന്ന് ജീവിക്കും എന്ന ആകുലതയിലാണ് പല മാതാപിതാക്കളും മരണനേരത്ത് ലോകം വിട്ടു പോകുവാനിട വരുന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? കുഞ്ഞുങ്ങൾ വളരുന്ന കാലത്ത്, അവർക്ക് പരിശീലനം കൊടുക്കേണ്ട സമയത്ത്
നല്ല ബോധ്യങ്ങൾ കൈമാറി നൽകേണ്ട അവരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ അത് വിതച്ചു കൊടുക്കേണ്ട സമയത്ത് നമ്മളതിന് മുതിരാതെ പോകുമ്പോഴാണ് അവരെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ഉത്കണ്ഠപ്പെടേണ്ടി വരിക, ആകുലപ്പെടേണ്ടി വരിക. അതുകൊണ്ട് ദൈവം തിരുവചനങ്ങളിലൂടെ നൽകുന്ന ജ്ഞാനസൂക്തങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ, വിവേകത്തെ, അറിവിനെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടികളാക്കി മാറ്റുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും വലിയ അനുഗ്രഹമാകണമെന്നാണല്ലോ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് വഴി, ഞങ്ങളുടെ ജീവിതം അത് അനുഗ്രഹമായി ഉയർത്തപ്പെടുന്നത് വഴി ദൈവമേ നിൻ്റെ നാമം തന്നെയാണല്ലോ മഹത്വപ്പെടുവാനിട വരുന്നത്. നല്ല ദൈവമേ, ആ വലിയ ദൈവിക ബോധ്യത്തോടെ നിൻ്റെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളെ തന്നെ ഒരുക്കി നിൻ്റെ കരങ്ങളിലേക്ക് നിരന്തരം ഏൽപ്പിക്കുവാൻ, അനുദിനം ഏൽപ്പിക്കുവാൻ ഞങ്ങൾ വിശ്വാസത്താലും കൃപകളാലും ജ്ഞാനത്താലും അവിടെ നിന്ന് നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, എങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറാമെന്ന് സ്വജീവിതത്തിലൂടെ, സ്വന്തം സമർപ്പണത്തിലൂടെ, അവിടുന്ന് കുരിശിൽ ബലിയായി തീർന്നതിലൂടെ എല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ടല്ലോ. കർത്താവെ, ദൈവത്തിൻ്റെ തിരുഹിതത്തോട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറാൻ ഞങ്ങൾക്കും അങ്ങയെപ്പോലെ സാധിക്കുക. അല്ല ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്കും നിൻ്റെ കൃപകളും ദാനങ്ങളും ഒഴുക്കി ദൈവ തിരുഹിതത്തെ തിരിച്ചറിഞ്ഞ് ജീവിച്ച് അത് പൂർത്തിയാക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, സകല അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉറവിടം അവിടുന്നാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, അങ്ങേ ദാനങ്ങളായ ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന എന്നിവ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകമായി വളരുന്ന ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ യുവതലമുറയെ എല്ലാം അവിടുന്ന് നിറച്ച് അനുഗ്രഹിക്കണമേ. അമ്മേ ദൈവമാതാവേ, അമ്മ അറിവിൻ്റെ കേദാരമായിരുന്നു. ദൈവിക ജ്ഞാനം നിറഞ്ഞ് വിവേകമതിയായി അതിൽ പൂർണ്ണതയോടെ അമ്മ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അമ്മേ മാതാവേ, അമ്മയുടെ മക്കളായ ഞങ്ങളും അതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുവാൻ അമ്മ മാധ്യസ്ഥം നൽകണമേ. സകല വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, സ്വർഗീയ ദൂതന്മാരെ, ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് സംരക്ഷണവും സാന്നിധ്യവും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? അതിനുള്ള അർഹത
എനിക്കില്ലല്ലോ മഹിയിൽ അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ, എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ. ഭൂമിതൻ പൂഴി പോലെ ശൂന്യമായി ഞാൻ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. ഒരു പുതുഗാനം ഉയരും ഞാനൂഴി അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ, ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ മഞ്ഞിൻ സൗഗന്ധമായി മാറിയിടും നീവ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ഇപ്പോൾ ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നു വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന ആയിരങ്ങളോട് ചേർന്ന് നമുക്കൊരു മനമായി ഒരു ഹൃദയമായി നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. കത്തോലിക്കാ തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസി സമൂഹങ്ങളോടും
ചേർന്ന് ഒരു മനമായി, ഒരു കൂട്ടായ്മയായി നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗം നമുക്കായി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിതെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യുദ്ധത്തിൻ്റെയും അതുപോലെ അനീതിയുടെയും നീതി നിഷേധത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളുടെ വേദനകളെ, സങ്കടങ്ങളെ, ദുഃഖങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏറെ സ്നേഹവായ്പോടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിവപ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ പ്രഭാത വിരുന്ന് ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും വിലയേറിയ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിൽ വലിയ അനുഗ്രഹമായി, ഒരു പുതിയ ഉണർവായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന നൊവേന പ്രാർത്ഥനകളിലും ജപമാലകളിലുമെല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമെന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയും കൂടാരങ്ങൾ പ്രേക്ഷിത മകരാപകൽ നിങ്ങളുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ സമർപ്പിച്ച് മാധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുണയും കരുതലും നിങ്ങൾക്കായി വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ അനുഗ്രഹനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.